നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് സഹകരണ അർബൻ ബാങ്കിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പ്. പണം തട്ടിയ ജീവനക്കാരനിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി. 27 ലക്ഷത്തിന് പുറമെ 18.5 ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായും കണ്ടെത്തൽ. ഷൊർണൂർ കുളപ്പള്ളിയിൽ താഴ്ന്നുകിടന്ന വൈദ്യുതി കേബിൾ കഴുത്തിൽ കുടുങ്ങി ബൈക്ക് മറിഞ്ഞ് അച്ഛനും മകനും പരിക്ക്. 60-കാരനായ മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. നിർമ്മാണ പ്രവൃത്തികൾ സ്തംഭിച്ച പെരിന്തൽമണ്ണ ടൗൺ ഹാളിന്റെ പൂർത്തീകരണത്തിന് നഗരസഭ 7 കോടി രൂപ അനുവദിച്ചു. FIT ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് നിർമ്മാണ കരാർ. ടെൻഡർ നടപടികളും പൂർത്തിയായി. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ മരം മുറിക്കൊള്ള. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അകത്ത് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളി. സംഭവത്തിൽ തൊഴിലാളികളെ ബലിയാടാക്കാൻ നീക്കമെന്ന നേതാക്കൾ. മുക്കോട്ട് കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. ഭക്തി നിറവിൽ മണ്ണാർക്കാട് പോത്തോഴിക്കാവിലെ പൊങ്കാല സമർപ്പണം. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ പണം തട്ടിയ ജീവനക്കാരനിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി. 1/2 കോടിയോളം രൂപയുടെ തട്ടിപ്പിന്റെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പത്തരിപ്പാല ശാഖയിലെ ബാങ്ക് ജീവനക്കാരനും 3 കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്തുള്ള കേസിലാണ് പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചത്. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനിൽ നിന്നും തുക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിനായി പോലീസിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും തട്ടിപ്പ് വിഷയം റിസർവ് ബാങ്കിനെയും സഹകരണ വകുപ്പിനെയും അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ചെയർമാൻ പറഞ്ഞു. കൊല്ലം ജില്ലയിലുള്ള ഒരു ഹരിലാൽ, തിരുവനന്തപുരം ജില്ലയിലുള്ള അരവിന്ദ്, ഈ 2 പേരും ഇവിടെ പണയം വെച്ചിട്ടുണ്ട്. ആ പണയവസ്തു സ്വീകരിച്ചത് മോഹനകൃഷ്ണനാണ്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിൽ, ID പ്രൂഫൊക്കെ വാങ്ങിയിട്ടുള്ള ആ 2 ID പ്രൂഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് എന്ന് നമുക്ക് പറയില്ല. ഇത് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ പറ്റൂ. കാരണം പോലീസ് അന്വേഷണത്തിൽ ഇന്നലെ ഞാൻ SI വിളിച്ചിരുന്നു. അപ്പോൾ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്, അടുത്ത് തന്നെ പിടികൂടും എന്നാണ് SI പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് പിടികൂടണം. പിടികൂടി ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്കറിയേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. കാരണം അതൊരു പൊതുസ്ഥാപനമാണല്ലോ, അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെയ്യും എന്ന ഉറപ്പ് ഇന്നലെ വൈകുന്നേരം നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഇത് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉള്ള ബാങ്ക് കൂടിയാണ്. ആ നിലയ്ക്ക് അവരെ ഈ വിഷയങ്ങൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവരെ അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് വിഭാഗം, സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെയും കൂടി ഭാഗം കൂടിയാണ്, രണ്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പം രാവിലെ റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിയമപരമായി ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മാർച്ച് മാസം 1-ാം തീയതിയാണ്. അത് പിന്നെ മാനേജർ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ പകരം ഒരാളെ മാനേജർക്ക് ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ മോഹനകൃഷ്ണൻ, സീനിയർ അക്കൗണ്ടൻ്റായ മോഹനകൃഷ്ണനെയാണ് എല്ലാ സമയത്തും ചുമതലപ്പെടുത്തുക. കാരണം അങ്ങനെ പാടും, ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണല്ലോ, തൊട്ട് സീനിയർ മോസ്റ്റ്. യെസ്. അപ്പോൾ ഈ മാനേജർ എപ്പോൾ പുറത്തു പോകുന്നോ, ഇയാൾക്ക് എപ്പോൾ ചാർജ് കിട്ടുന്നോ, ആ സന്ദർഭത്തിനാണ് ഇതെല്ലാം നടന്നത്. പ്രതികളിൽ നിന്ന്, ഈ ജീവനക്കാരിൽ നിന്ന്, മോഹനകൃഷ്ണനിൽ നിന്ന്, സീനിയർ അക്കൗണ്ടൻ്റായ മോഹനകൃഷ്ണനിൽ നിന്ന്. മറ്റു പ്രതികളുടെ അതുപോലെ നമ്മൾ ഈ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ബാങ്കിന് ചെയ്യാനുള്ള ബാങ്ക് ജീവനക്കാരൻ്റെ, മറ്റ് നമുക്ക് പറ്റില്ലല്ലോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ ജീവനക്കാരൻ ഈ തട്ടിപ്പ് നടത്തി എന്നതാണ് വിഷയം. അപ്പോൾ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരൻ്റെ ആസ്തി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിന് ചെയ്യാനുള്ളത്. മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റില്ലോ, നമ്മുടെ അധികാര പരിധിയിൽ വരുന്നല്ല. ഇത് നമുക്ക് ചെയ്യാം. അതിൻ്റെ പരിപാടികളായി കഴിഞ്ഞു. അതിൻ്റെ പരിപാടി 27 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് പുറമെ കഴിഞ്ഞ ദിവസം ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ 18.50 ലക്ഷം രൂപ കൂടി നഷ്ടം വന്നതായി കണ്ടെത്തിയിരുന്നു. കൊല്ലം, തിരുവനന്തപുരം സ്വദേശികളായ 2 പേരും കൂടി തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നതായും ഇവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ബാങ്ക് മാനേജർ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ മോഹനകൃഷ്ണന് ചാർജ് നൽകുന്ന സമയങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്.
മോഹനകൃഷ്ണന്റെ സഹോദരി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലക്ഷ്മി ദേവി, CPM തേൻകുറിശി ലോക്കൽ കമ്മിറ്റി അംഗമായ KV വാസുദേവൻ, മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോട്ടുപാടം തിരുവിഴാംകുന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ മരം മുറി കൊള്ളയ്ക്കെതിരെ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. ഗേറ്റ് തുറന്ന് പ്രവർത്തകർ അകത്തു കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ഫാമിലെ അനധികൃത മരമുറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തീർത്തും പ്രഹസനമാണ്. നിരപരാധികളായ തൊഴിലാളികളുടെ മേലിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന രീതിയാണ് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ കൃത്യമായി വാച്ചർ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നില്ല. മരങ്ങൾ ലേലത്തിലെടുത്തവർക്ക് ലേലത്തുക പൂർണ്ണമായും അടയ്ക്കുന്നതിന് മുമ്പ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള അനുമതി നൽകി. വർഷങ്ങളായി ഫാമിലെ ലേലങ്ങൾ ഒരു വ്യക്തിക്ക് തന്നെ പല പ്രാവശ്യം ഉറപ്പിച്ചു കൊടുത്തു. ഈ വ്യക്തി ഇന്നേവരെ ഫാമിനകത്ത് യാതൊരു കടലാസ് വർക്കുകൾക്കും വരാറില്ല. ആ ജോലി ഓഫീസ് ചെയ്തു നൽകുന്നു. ലേല നിബന്ധനയിൽ GST മുതലുള്ള ടാക്സുകൾ ലേലത്തുകയ്ക്ക് പുറത്തായിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടും GST ലേലത്തുകയ്ക്ക് ഉള്ളിലാക്കി 4-5 ലക്ഷം രൂപയുടെ നഷ്ടം യൂണിവേഴ്സിറ്റിക്ക് വരുത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപന മേധാവിക്കോ ബന്ധപ്പെട്ട ഓഫീസ് സ്റ്റാഫുകൾക്കെതിരെയോ യാതൊരു നടപടിയും യൂണിവേഴ്സിറ്റി സ്വീകരിച്ചില്ല. മരങ്ങൾ നഷ്ടപ്പെട്ട വിവരം മുൻകൂട്ടി സ്ഥാപന മേധാവി അറിഞ്ഞിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടും സ്ഥാപന മേധാവിക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പൂർണ്ണ സംരക്ഷണം നൽകുന്ന രീതിയാണ് യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നത്. മരമുറിയുടെ ഭാഗമായി നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വർഷങ്ങളായി യാതൊരു ട്രാൻസ്ഫറും ഇല്ലാതെ ഫാമിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാതെ ഈ കേസിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി തിരുവിഴാംകുന്നിൽ തന്നെ നിലനിർത്തുകയാണ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. മരമുറിയുമായി ബന്ധപ്പെട്ട പല രേഖകളും പുതുതായി കൂട്ടിച്ചേർക്കുകയും നിലവിലെ പല രേഖകളും നശിപ്പിക്കുകയും ചെയ്തതായി മനസ്സിലായിട്ടുണ്ട്. ഇത് മരം ലേലത്തിലെടുത്തവരെ സംരക്ഷിക്കുന്നതിനും വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നതിനും വേണ്ടി മാത്രമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മരമുറിയുമായി ബന്ധപ്പെട്ട കാലയളവിലുണ്ടായിരുന്ന ഓഫീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്നും അല്ലാത്തപക്ഷം പല രേഖകളും നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കനറ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഗേറ്റ് തള്ളി പ്രവർത്തകർ അകത്ത് കയറാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളിനും ഇടയാക്കി. ചില പ്രവർത്തകരുടെ വസ്ത്രങ്ങളും CIയുടെ സ്റ്റാർ ടാഗും ഉന്തിലും തള്ളിലും കീറി. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. തുടർന്ന് നടന്ന പൊതുയോഗം KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിജിലൻസ് കേസ് കൊണ്ടൊന്നും ഈ വിജിലൻസ് അന്വേഷണം കൊണ്ടൊന്നും യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാ, അധിക നാളൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 8 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് നടന്നാൽ ഗവൺമെന്റ് മാറും, UDF അധികാരത്തിൽ വരും. ഈ കാട്ടുകള്ളന്മാരെ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലേക്കുള്ള അന്വേഷണം ഇവിടെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ഒരു 6-7 മാസക്കാലമൊക്കെ തന്നെ സ്വച്ഛന്തം വിഹരിക്കാം. അതിനപ്പുറമൊന്നും ഈ കള്ളന്മാർക്ക് ഇവിടെ വിഹരിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പീമനാട് അധ്യക്ഷനായി. DCC സെക്രട്ടറി അഹമ്മദ് അഷ്റഫ്, ഉമ്മർ മനച്ചിത്തുടി, CJ രമേശ്, സക്കീർ തയ്യിൽ, സതീശൻ താഴത്തേതിൽ, ഗിരീഷ് ഗുപ്ത, AR സെനാർ, V പ്രീത, P മുരളീധരൻ, നാസർ കാപ്പുങ്കൽ, K വേണുഗോപാൽ, ഫിലിപ്പ്, E ശശിധരൻ, വർഗീസ്, KG ബാബു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, യൂത്ത് കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് സാനിർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.
ഷൊർണൂർ കുളപ്പുള്ളിയിൽ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് അച്ഛനും മകനും പരിക്ക്. കുളപ്പുള്ളി സ്വദേശികളായ മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കിൽ പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. താഴ്ന്നു കിടന്ന വൈദ്യുതി കേബിളിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു. കുളപ്പുള്ളി കാതുവീട്ടിൽ 60 വയസ്സുള്ള മദൻ മോഹൻ, മകൻ 27 വയസ്സുള്ള അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷൊർണൂർ കുളപ്പുള്ളി UP സ്കൂളിന് മുന്നിൽ വെള്ളിയാഴ്ച പുലർച്ചെ 5:15 സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മകനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നതിനിടെ താഴ്ന്നുകിടക്കുന്ന കേബിൾ മദൻ മോഹന്റെ കഴുത്തിൽ കുടുങ്ങുകയായിരുന്നു. ഇതോടെ സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മദൻ മോഹന് കഴുത്തിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റു. അനന്തുവിന് കൈക്കും കാലിനും പരിക്കുണ്ട്. ഇരുവരും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റേതെങ്കിലും ഉയരം കൂടിയ വാഹനങ്ങൾ പോയപ്പോൾ തട്ടിയാകാം കേബിൾ പൊട്ടിയതെന്നാണ് KCB അധികൃതർ പറയുന്നത്. മുൻ ഭാര്യ സഹോദരിയെയും സഹോദരനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എടപ്പറ്റ പാതിരിക്കോട് അമ്പാഴപ്പറമ്പിലെ എടകള്ളിപ്പറമ്പൻ കേശവനെയാണ് മേലാറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രണ്ടാം ഭാര്യയുടെ വിവാഹമോചനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് രണ്ടുപേരെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിലേക്ക് എത്തിച്ചത്. വിവാഹമോചനം സംബന്ധിച്ചുള്ള വിരോധമാണ് ഭാര്യ സഹോദരി എടപ്പറ്റ വെള്ളിയഞ്ചേരി സ്വദേശിനിയും റിട്ടയർഡ് അധ്യാപികയായ പാങ്ങിൽ അംബിക, സഹോദരൻ മോഹൻദാസ് എന്നിവരെ ആക്രമിക്കാൻ കാരണം. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ കിഴക്കുംപാടം വെള്ളാരംകുന്നിലായിരുന്നു സംഭവം. ബന്ധുവീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിവരികയായിരുന്ന ഇരുവരെയും കേശവൻ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം പ്രതി മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അംബികയുടെ സഹോദരിയെ കേശവൻ രണ്ടാം വിവാഹം ചെയ്തിരുന്നു. 1 വർഷം മുൻപ് ബന്ധം ഒഴിവാക്കിയിട്ടും വിവാഹമോചനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്തതാണ് പ്രതിയെ ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ അംബിക, സഹോദരൻ മോഹൻദാസ് എന്നിവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. 2.5 വർഷമായി നിർമ്മാണ പ്രവൃത്തികൾ സ്തംഭിച്ച പെരിന്തൽമണ്ണ ടൗൺ ഹാളിന്റെ പൂർത്തീകരണത്തിന് നഗരസഭ 7 കോടി അനുവദിച്ചു. FIT ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് നിർമ്മാണ കരാർ. ടെൻഡർ നടപടികളും പൂർത്തിയായി. 2.5 വർഷമായി നിർമ്മാണ ജോലി സ്ഥാപനത്തിലായ പെരിന്തൽമണ്ണ നഗരസഭയുടെ ടൗൺ ഹാൾ പൂർത്തിയാക്കാൻ നഗരസഭ 7 കോടി രൂപ അനുവദിച്ചു. FIT ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത്. ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ പിശാജി അറിയിച്ചു. 2ാം ഘട്ടമായി സിവിൽ ജോലികൾക്കായി 3.80 കോടി രൂപയും അവസാനഘട്ട പ്രവൃത്തികൾക്ക് 3.95 കോടി രൂപയുമാണ് ചെലവഴിക്കുക. 2020 നഗരസഭയുടെ 25ാം വാർഷികം പ്രമാണിച്ച് രജത ജൂബിലി പദ്ധതിയുടെ ഭാഗമായി 500 കോടി രൂപ ചെലവിൽ 25 വികസന പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇതിൽ പഴയ മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ച് ആധുനിക കൺവെൻഷൻ സെന്റർ പദ്ധതിക്ക് പദ്ധതിയിട്ടിരുന്നു. 7 കോടി രൂപ ചെലവിൽ ആധുനിക ടൗൺ ഹാൾ പണിയാനായിരുന്നു തുടക്കത്തിൽ തീരുമാനം. 1984 പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺ ഹാളിന്റെ കാലപ്പഴക്കവും സൗകര്യങ്ങളുടെ കുറവും കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 13ാം പഞ്ചവത്സര പദ്ധതിയിലാണ് പുതിയ കൺവെൻഷൻ സെന്റർ എന്ന നിർദ്ദേശം ഉയർന്നത്. 3 നിലകളിലായി 22,174 ചതുരശ്ര മീറ്ററിലാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുക. ആദ്യം അനുവദിച്ച 7 കോടി രൂപയിൽ 4 കോടി ചിലവിൽ കെട്ടിടത്തിന്റെ രൂപമാക്കിയെങ്കിലും കരാറുകാരൻ പ്രവൃത്തികൾ നിർത്തിവെച്ചു. പിന്നീട് 2.5 വർഷം പ്രവൃത്തികളൊന്നും നടന്നില്ല. അതോടെയാണ് FITക്ക് പുതിയ ടെൻഡർ നൽകിയത്. ഇതിന്റെ ബേസ്മെന്റ് ഫ്ലോറിൽ 50 കാറുകളും 200 ഇരുചക്ര വാഹനങ്ങളും നിർത്താൻ സൗകര്യമുണ്ടാകും. ഗ്രൗണ്ട് ഫ്ലോറിൽ 250 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, കിച്ചൺ എന്നിവയുമുണ്ട്. 1ാം നിലയിൽ 504 പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയമാണ് സജ്ജീകരിക്കുക. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്രത്തിൽ കുളം നവീകരണത്തിനിടെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ CPM നടത്തുന്നത് നെറികെട്ട രാഷ്ട്രീയമെന്ന് BJP. 7ഓളം ദുരൂഹ മരണങ്ങൾ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ നടന്നിട്ടും ഇതിലൊന്നും പ്രതികരിക്കാത്ത CPM ഇപ്പോൾ
ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള നാടകമാണ് കളിക്കുന്നതെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു. ക്ഷേത്രവുമായി എന്നും സഹകരിച്ചു പോരുന്ന സേവാഭാരതിയെ പോലുള്ള ഒരു സംഘടനയെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ബോർഡിൽ ഉണ്ടായിരുന്ന 2 പേരെ സജീവ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന പേരിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇടപെട്ട് മാറ്റിയതിനുള്ള പകപോക്കലാണ് CPM നടത്തുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഒരു നാട് മുഴുവൻ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളെ, ക്ഷേത്രവിശ്വാസികളെയും അതുപോലെ തന്നെ ജനങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി 4 വോട്ടിനു വേണ്ടി നെറികെട്ട രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് CPMന്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുള്ളത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും നേതാക്കരുമായി കടമ്പഴിപ്പുറത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ വലിയ രീതിയിലുള്ള പകപോക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ കാരണം ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റി അംഗങ്ങളായിരുന്ന, ട്രസ്റ്റിയുടെ ചെയർമാനായിരുന്ന ശ്രീ കുമാരൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ എന്നിവരെ സജീവ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു എന്നതിൻ്റെ പേരിൽ മലബാർ ദേവസ്വത്തിൻ്റെ ബൈലോയിൽ അംഗീകരിക്കാത്തത് മൂലം ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ വളരെ രീതിയിൽ ഇടപെടുകയും ഇവരെ ഈ സ്ഥാനത്ത് നിന്നും നീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകപോക്കലായിട്ടാണ് ഈ ഒരു സംവിധാനം ഇവർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. CPMന്റെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് സേവാഭാരതിയുടെ ആളുകൾക്ക് മദ്യം കൊടുത്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ ഇറക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് സേവാഭാരതിയുടെ പ്രവർത്തകരായ ആരും തന്നെ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടല്ല അന്ന് പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. CPM എന്ന് പറയുന്ന ആളുകൾ ഇതുപോലുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്ന രീതിയിലേക്ക് കടമ്പഴിപ്പുറത്ത് തന്നെ വലിയ രീതിയിലുള്ള കഞ്ചാവ് പോലുള്ള അല്ലെങ്കിൽ MDMA പോലുള്ള സംവിധാനങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെ തടയിടാൻ പോലും സാധിക്കാത്ത ഈ ഭരണപക്ഷമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനമാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്കുള്ളത്. സേവാഭാരതിയുടെ പ്രവർത്തകർ മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ ഉപയോഗിച്ചുകൊണ്ടല്ല ഒരു സേവാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകലും നടപ്പിലാക്കലും. ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന CPMന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ഗജവീരന്മാരും പഞ്ചവാദ്യവും കാളയും കുതിരയും പൂരത്തിന് കാഴ്ചവിരുന്നൊരുക്കി. പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകുന്നേരം 3:30 വെളിനീർ ശിവകുമാറും സംഘവും അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. തുടർന്ന് 5 മണിയോടെ വേലയിളക്കൽ, കാളയ്ക്കും കുതിരയ്ക്കും അരിയെറിയൽ എന്നിവ നടന്നു. തുടർന്ന് ദേശപൂരങ്ങൾ പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. താനിക്കുന്ന്, തലയണക്കാട് ദേശങ്ങളിൽ എത്തിയ കിഴക്കൻ പൂരം മുന്നൂർക്കോട് സ്കൂൾ പരിസര കമ്മിറ്റി, വേട്ടക്കാരൻകാവ് കമ്മിറ്റി, കരിയാമുട്ടി ബാലസംഘം, കരിയാമുട്ടി ദേശം, വയങ്ങോട്ട് പള്ളിയാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പടിഞ്ഞാറൻ പൂരം, പൂക്കോട്ടുകാവ് ദേശപൂര കമ്മിറ്റി, വാഴൂർ ദേശം, പുലാപ്പറ്റശ്ശേരി ദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള വടക്കൻ പൂരവും എത്തി. ദേശപൂരങ്ങൾ ക്ഷേത്രത്തിൽ ഇറങ്ങി ദേവിയെ പ്രണമിച്ച് മടങ്ങിയതോടെ പൂരത്തിന് സമാപനമായി.
മണ്ണാർക്കാട് പൂരലഹരിയിലേക്ക്. അരകുറിശി ഉദയർക്കുന്ന് ഭഗവതി വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ആറാട്ടിനെഴുന്നള്ളുന്നതോടെ പൂരാവേശം തുടങ്ങും. എഴുന്നാളിനി മണ്ണാർക്കാടിന് ആഘോഷമാണ്. തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലൂടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളുന്നതോടെ തട്ടകത്തിൽ പൂരം പിറക്കും. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. പഴമയുടെ പ്രൗഢിയും പുതുമയുടെ പൊലിമയും നിറം പകരുന്ന പൂരത്തിൽ പതിനായിരങ്ങളാണ് പങ്കാളികളാവുക. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം. പൂരാഘോഷ നാളുകളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവതി ആറാട്ടിനെഴുന്നള്ളും. രാത്രി കോലാട്ടം, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയുമുണ്ടാകും. മൂന്നാം പൂരം നാളായ ഞായറാഴ്ചയാണ് പൂരം കൊടിയേറ്റം. മാർച്ച് 13-ന് വലിയാറാട്ടും 14-ന് ചെട്ടിവേലയും ആഘോഷിക്കും. ഭക്തിനിറവിൽ മണ്ണാർക്കാട് പെരുമ്പിടാരി പോത്തോഴിക്കാവിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും നടത്തി. നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത്. പണ്ടുമുതൽ തിരുവോറത്ത് എന്ന പേരിൽ അപ്പവും പായസവും ദേവിക്ക് നിവേദിച്ചിരുന്ന ചടങ്ങാണ് പൊങ്കാല സമർപ്പണമായി പരിണമിച്ചത്. പ്രതിഷ്ഠാദിനത്തിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അടുപ്പുകൾ കൂട്ടിയിരുന്നു. ക്ഷേത്രമേൽശാന്തി അനീഷ് ശർമ്മ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു നൽകിയതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിന് എതിർവശത്തെ പറമ്പിലെ നൂറുകണക്കിന് അടുപ്പുകളിൽ ഭക്തരും തീ പകർന്നു. ഭക്തർ തയ്യാറാക്കിയ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നടത്തി. തിരുവോർത്തുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ഭക്തജനങ്ങൾ സ്വയം പാകം ചെയ്ത് ദേവിക്ക് നേദിക്കുന്ന ഒരു ചടങ്ങായിട്ടുണ്ടായിരുന്നു. ഈ പുഴ മുഴുവൻ തന്നെ അടുപ്പുകളും അപ്പമായും പായസമായും ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഈ പുഴമ്പൊക്കെല്ലാം തന്നെ അന്യാധീനപ്പെട്ടു പോയതിൻ്റെ ഫലമായി കാലക്രമേണ നിന്ന് പോയപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ആരംഭിച്ച ഈ പൊങ്കാലം ചടങ്ങ് ഇന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ചടങ്ങായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദേവിയുടെ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്നാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 600-ലധികം ആൾക്കാർ പൊങ്കാലയിട്ടു. പ്രതിഷ്ഠാദിനമാണ്. ഇന്ന് ഏതാണ്ട് 2000-ഓളം പേർക്ക് സമൃദ്ധമായ സദ്യയോട് കൂടിയിട്ടുള്ള അന്നദാനം പ്രസാദ ഊട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മണ്ണാർക്കാടിൻ്റെയും അതുപോലെ തന്നെ പോത്തോഴക്ക് അമ്പലത്തിൻ്റെയും ഭഗവതിയുടെയൊക്കെ തന്നെ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പൊതുജനങ്ങൾക്കാകെ തന്നെ ലഭിക്കുന്ന രൂപത്തിൽ ഈ നാട്ടുകാരനായ പ്രശോഭ് എന്ന ചെറുപ്പക്കാരൻ ഒരു പുസ്തക പ്രകാശനം കൂടി എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് നിർവഹിക്കുന്നുണ്ട്. ക്ഷേത്ര പ്രസിഡന്റ് KP കരുണാകരമേനോൻ, ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, S അജയ്കുമാർ, അഡ്വക്കേറ്റ് K സുരേഷ്, രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശവാസിയായ പ്രശോഭ് കുന്നിയാരത്ത് രചിച്ച തട്ടകത്തമ്മയുടെയും ക്ഷേത്രത്തിൻ്റെയും ചരിത്രമടങ്ങിയ പുസ്തകം സാഹിത്യകാരൻ TK ശങ്കരനാരായണൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ KP ശിവദാസൻ പുസ്തകം ഏറ്റുവാങ്ങി. പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ 2 ദിവസത്തിനകം തുടങ്ങിയേക്കും. ഒരേ സമയം 4 തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുക. ഇതിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ പൂർത്തിയായി. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. 2 ദിവസത്തിനകം തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. ഇതിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മണൽ നീക്കം ചെയ്തും പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാതയൊരുക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങുന്നതോടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കൂടും. ഒരേ സമയം 4 തൂണുകളുടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. കിഫ്ബിയിൽ നിന്നും പാലം നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 52 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 33,14,53,000 രൂപയ്ക്കാണ് പാലം നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. KRFB വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ. പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച നിലവിലെ പാലത്തിലൂടെ അടുത്തിടെയുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പാർപ്പിട മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പശ്ചാത്തല മേഖലയ്ക്ക് 6 കോടി രൂപ, തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിനും പരിപാലനത്തിനും 21 ലക്ഷം രൂപ, സമഗ്ര നെൽകൃഷി വികസനത്തിന് 29 ലക്ഷം, കാർഷിക മേഖലയ്ക്ക് 1.19 കോടി രൂപ, കറവപ്പശു, ആട് വളർത്തൽ എന്നിവയ്ക്കായി 46 ലക്ഷം, തെരുവ് നായ്ക്കളുടെ വാക്സിനേഷന് വേണ്ടി 1 ലക്ഷം രൂപ, മൃഗസംരക്ഷണ മേഖലയ്ക്ക് 65 ലക്ഷം രൂപ, ക്ഷീരവികസനത്തിന് 15 ലക്ഷം രൂപ, പട്ടികജാതി വികസനത്തിന് 1.50 കോടി രൂപ,
പാർപ്പിട മേഖലയ്ക്ക് ലൈഫ് മിഷൻ PMAY ഉൾപ്പെടെയുള്ള സ്കീം വഴി 1.40 കോടി രൂപ, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കായി 54 ലക്ഷം രൂപ, ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി 6.34 കോടി രൂപ, വയോജന ക്ഷേമ പരിപാടികൾക്കായി 20 ലക്ഷം രൂപ, ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് 1.50 കോടി രൂപ എന്നിങ്ങനെ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. കല, കായികം, സംസ്കാരം, യുവജനക്ഷേമത്തിനായി 18 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. 44,73,686 രൂപ വരവും 44,32,12,500 രൂപ ചെലവും 47,31,186 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനുമായ ടി ശശികുമാറാണ് അവതരിപ്പിച്ചത്. വനിതാ ശിശു വികസന രംഗത്ത് കുടുംബശ്രീ ശാക്തീകരണം, സ്വയം തൊഴിൽ കണ്ടെത്താൻ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, നിയമപരിരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ഭിന്നലിംഗക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരുടെ ക്ഷേമത്തിന് ബജറ്റ് പ്രാമുഖ്യം നൽകുന്നു. ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് നടത്തിയിട്ടുള്ള പഞ്ചായത്തിലെ മുഴുവൻ വായനശാലകൾക്കും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതാണ്. യുവജനങ്ങളുടെ വിശ്രമവേളകൾ വിനോദത്തിനും കായികക്ഷമതയ്ക്കുമായി പ്രയോജനപ്പെടുത്താൻ യുവജന ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഈ ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. പശ്ചാത്തല മേഖലയ്ക്ക് 6 കോടി രൂപ വകയിരുത്തിയതിൽ പദ്ധതി വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ട് 2 കോടി രൂപയും MP, MLA, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തല മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് പഞ്ചായത്ത് ഒരുങ്ങുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി OA ബാബു, മറ്റംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വളരെ നല്ല നിലയിൽ ഈ അവലോകനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെയും നമ്മളിവിടെ വിളിച്ചു ചേർക്കുന്നത്. നമ്മൾ ഓരോ വർഷവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് 21ാം ബജറ്റ് നമ്മൾ ആഗ്രഹിച്ച് 21-22 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തിക്കൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. പക്ഷെ നമ്മുടെ കാർഷിക മേഖലയുമായി ഒട്ടനവധി പ്രശ്നങ്ങൾ പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്നത് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ മേഖലയിൽ തരണം ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ പര്യാപ്തിയിലേക്ക് എത്താൻ കഴിയും. അത് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും അതിൽ തന്നെ നിലനിന്നിരുന്നു എന്നൊരു കാര്യവും നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തുകയുണ്ടായി. ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. 10 വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 വിദ്യാലയങ്ങളിലാണ് ഔഷധോദ്യാനം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് ഇതിനായി 1.5 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓങ്ങല്ലൂരിലെ മുള്ളൂർക്കര ALP സ്കൂളിലാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത്. ആയിട്ടുള്ള നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം എന്ന കൺസെപ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ് എന്നത് മാത്രമല്ല കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിൽ പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജലജ ശശികുമാർ, K പുഷ്പലത, ദിവ്യ, ഷിഹാബുദ്ദീൻ, മുജീബുദ്ദീൻ, നാരായണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി 17-ാം വാർഡിൽ കിഴക്കുംപുറം മണ്ണാത്തിപ്പാറയിൽ പനാംതോടിന് കുറുകെയുള്ള പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. 2 താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണ് ഇത്. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും ആശ്രയിക്കുന്നതാണ് പനാംതോട് പാലം. പാലം നിലവിൽ അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് ഒരുപാട് സ്കൂൾ ബസ്സുകളും പിന്നെ അതായത് മെയിനായിട്ട് ഇത് 2 താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലമാണ്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു പാലം പുനർനിർമ്മാണത്തിൻ്റെ ആവശ്യം.
അപ്പോൾ അതിന് എത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതു നിമിഷവും പൊട്ടിവീഴാവുന്ന അവസ്ഥയിലാണ് പാലമെന്നും നാട്ടുകാർ പറയുന്നു. ഈ മണ്ണാത്തിപ്പാറ പാലം വളരെ അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിരവധി വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്ന ഈ പാലം ഏത് നിമിഷം പൊട്ടിവീഴുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് അധികാരികൾ ഇതിന് അടിയന്തരമായിട്ട് ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ട ഫണ്ട് അനുവദിക്കണം എന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന വിനീതമായ അഭ്യർത്ഥനയാണ് ഞാൻ എൻ്റെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. പെരിന്തൽമണ്ണ നഗരസഭയുടെ മുൻ ചെയർമാൻ KT നാരായണന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ P. ഷാജിയാണ് ചിത്രം അനാച്ഛാദനം ചെയ്തത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ മുൻ ചെയർമാനും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന KT നാരായണൻ മാസ്റ്റർ മുൻ ചെയർമാൻ KT നാരായണന്റെ ചിത്രം നഗരസഭാ കൗൺസിൽ ഹാളിൽ അനാച്ഛാദനം ചെയ്തു. നഗരസഭാ ചെയർമാൻ P. ഷാജി അനാച്ഛാദനം നിർവഹിച്ചു. മുൻ ചെയർമാൻമാരായ C. ദിവാകരൻ, നിഷി അനിൽ രാജ്, KT നാരായണൻ മാസ്റ്ററുടെ പത്നിയും മുൻ ചെയർപേഴ്സണുമായ KT പ്രേമലത എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഫോട്ടോ അനാച്ഛാദനം ചെയ്തത്. വൈസ് ചെയർപേഴ്സൺ NA സീറ, C. ദിവാകരൻ, നിഷി അനിൽ രാജ്, സ്ഥിരം സമിതി ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കൗൺസിലർമാരായ K. സുബ്രഹ്മണ്യൻ, പച്ചേരി ഫാറൂഖ്, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ജിനീഷ് എന്നിവർ സംസാരിച്ചു. KT നാരായണന്റെ മക്കൾ റീന KT, സ്ഥിരം സമിതി ചെയർമാൻമാർ, കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ക്ലാസ് മുറികളിൽ പഠിച്ച കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി വിദ്യാലയങ്ങളിൽ പഠനോത്സവം. പെരിന്തൽമണ്ണ എരവിമംഗലം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി. വിദ്യാലയങ്ങളിൽ ഒരു വർഷം പഠിച്ച കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് പഠനോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. എരവിമംഗലം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവനുസരിച്ച് അവരെ തെരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അത് അദ്ദേഹം വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ സ്കൂളിൽ നടക്കുന്നത്. ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലും ഇതുപോലെ പരിപാടികൾ നടക്കുന്നില്ല. നമ്മുടെ HM അതുപോലെ അവിടെയുള്ള അധ്യാപകർ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടി കുട്ടികളെ നന്നായി മനഃശാസ്ത്രപരമായി എന്തൊക്കെ കഴിവുകളുണ്ടോ ആ രീതിയിൽ അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഉത്തമരായ ഒട്ടനവധി അധ്യാപകരുടെ കഴിവ് കൂടി വെച്ചുകൊണ്ടാണ് ഈ സ്കൂളിൽ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് C. നൌഫൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മലപ്പുറം വിജിലൻസ് DYSP M. ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോങ് സർവീസ് ഡെക്കറേഷൻ അവാർഡ് നേടിയ അധ്യാപിക സൈഫുന്നീസയെ ചടങ്ങിൽ ആദരിച്ചു. അബാക്കസ് ലാബ് ടെസ്റ്റിലും കരാട്ടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. BRC BPC സന്തോഷ് പാറൽ മുഖ്യപ്രഭാഷണം നടത്തി. BRC CDCC അംഗം PT മനോജ്, സ്കൂൾ മാനേജർ P. ശ്രീനാഥ്, പ്രധാനാധ്യാപകൻ P. ഹംസ, MPTA പ്രസിഡന്റ് C. റസീന തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നതിന് അധ്യാപിക ഇന്ദു ശ്രീനാഥ് രചിച്ച നല്ല നാളേക്കായി ഹ്രസ്വനാടകം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കരാട്ട അഭ്യാസ പ്രകടനങ്ങളും നടന്നു. ചിത്രകലാ അധ്യാപകൻ MK മനോജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വരച്ച 300-ലധികം ചിത്രങ്ങൾ പഠനോത്സവത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. നമ്മളെ സ്കൂളിലെ കുട്ടികളെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു 300-ൽ പരം ചിത്രങ്ങളാണ് നമുക്കിവിടെ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ കല എന്ന ഒരു പരിപാടിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. കാരണം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയസിലും മറ്റേതിലൊക്കെ കാണാം, നമുക്ക് ഒരുപാട് കേസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കല അല്ലെങ്കിൽ ഒരു കായികം എന്തെങ്കിലും ഒരു മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുട്ടികൾ ആ മൈൻഡിലേക്ക് പോവുകയാണെങ്കിൽ
കുട്ടികളുടെ ശരിക്കുള്ള അവസ്ഥ മാറാം. കാരണം മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും ഈ ഒരു സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ നമ്മളെ പെരിന്തൽമണ്ണ BRCയുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഞാനിവിടെ വരാറുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ ഗണിത കളികളും ലഘുപരീക്ഷണങ്ങളും പ്രദർശിപ്പിച്ചു. കാവ്യദൃഷ്ടി ആവിഷ്കാരം, സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ, കഥ, കവിത, പാട്ടരങ്ങ്, നാടൻ ചന്ത തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടെല്ലാം പഠനോത്സവം ശ്രദ്ധേയമായി. കുട്ടികളിൽ ഒരു അധ്യയന വർഷത്തിൽ എന്ത് നേടി എന്നുള്ളത് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയാണ് പഠനോത്സവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂൺ മാസം മുതൽ മാർച്ച് മാസത്തിൽ അവർ നേടിയിരിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കിയിരിക്കുന്ന ശേഷികളെ എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ പഠനോത്സവം എന്നുള്ള ഈ ഉത്സവത്തിൽ. വിദ്യാഭ്യാസം എന്നുള്ളത് അല്ലെങ്കിൽ അറിവ് എന്നുള്ളത് അല്ലെങ്കിൽ പഠനം എന്നുള്ളത് ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടാടുന്നത്. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കൈത്താങ്ങായി എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ വനിതാ വിങ്. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ നിന്ന് സമാഹരിച്ച 27,000 രൂപ സൊസൈറ്റിക്ക് കൈമാറി. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വനിതകളിൽ നിന്നും മാത്രമായാണ് എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ വനിതാ വിങ് ധനസമാഹരണം നടത്തിയത്. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് സമാഹരിച്ച 27,000 രൂപ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗങ്ങൾക്ക് കൈമാറി. പാലിയേറ്റീവ് കെയർ ജില്ലാ കൂട്ടായ്മ ട്രഷറർ റഷീദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വനിതാ വിങ് വർക്കിംഗ് പ്രസിഡന്റ് റഹ്മത്ത് മഠത്തോടി അധ്യക്ഷയായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തോടി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ പാറാക്കോട്ട്, വനിതാ വിങ് ജനറൽ സെക്രട്ടറി സക്കീന, സെക്രട്ടറി ജിഷ, ഷെറീന മുജീബ്, പി റഫീഖ, സൗദ ജുമൈല, റജീന, റാബിയ, പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഭാരവാഹികളായ റഹീസ് എടത്തനാട്ടുകര, അലി പടിഞ്ഞാറപ്പള്ള, ഷനൂബ്, ഫാത്തിമ പൂദാനി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. പ്രമുഖ കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾക്ക് ഇനി കരിങ്കലത്താണിയിൽ 1999 രൂപയിൽ കൂടില്ല. കരിങ്കലത്താണിയിലെ വസന്തം സാരീസിന്റെ നവീകരിച്ച ഷോറൂം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്പനികളുടെ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുമായാണ് കരിങ്കലത്താണി വസന്തം സാരീസ് നവീകരിച്ചിരിക്കുന്നത്. പ്രമുഖ കമ്പനികളുടെ ഏതു വസ്ത്രങ്ങൾക്കും ഇനി 1999 രൂപയിൽ കൂടില്ല. ഈ ഓഫർ കരിങ്കലത്താണിയിൽ ആദ്യമായി അവതരിപ്പിച്ചാണ് വസന്തം സാരീസിന്റെ നവീകരിച്ച ഷോറൂം തുറന്നത്. നവീകരിച്ച ഷോറൂം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹമീദ് അലി ശിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. കരിങ്കലത്താണി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ജാഫർ ഫൈസി ആദ്യ വിൽപ്പന സ്വീകരിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തു പുലാക്കൽ, വസന്തം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ബാരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ACH ഹസൈനാർ, വർക്കിംഗ് പ്രസിഡന്റ് മദീന ജലീൽ തുടങ്ങിയ ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വസന്തം ഗുണമേന്മയിലും സെലക്ഷനിലും വിലകുറവിലും ഉപഭോക്താക്കൾക്ക് മഹാവസന്തം തന്നെ സമ്മാനിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളിലേക്കാണ് വസന്തം സാരീസ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. റംസാൻ കാലത്ത് നമ്മളെ ഷോപ്പിന്റെ ഒരു ഇനാഗുറേഷൻ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് അലി തങ്ങൾ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം നേരിട്ട് ക്ഷണിക്കാൻ സാധിക്കാത്തതിൽ സങ്കടമുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ഇതൊരു ക്ഷണനായി സ്വീകരിച്ച് ഞങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കരിങ്കലത്താണിയിൽ വ്യാപാരി സംഘടന ഒരു സമ്മാന പദ്ധതി വെച്ചിട്ടുണ്ട്. കരിങ്കലത്താണിക്ക് എല്ലാവരും വസ്ത്രങ്ങൾ എടുക്കാം, വസ്ത്രങ്ങൾ എന്നല്ല എല്ലാ സാധനവും എടുക്കാൻ വേണ്ടി വന്നാലും അതിൻ്റെ കൂപ്പൺ കിട്ടും, ചോദിച്ച് മേടിക്കുക എല്ലാവരും കൂപ്പണ്. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും കരിങ്കലത്താണി അങ്ങാടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരും. കൂടാതെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കെങ്കിലും വസ്ത്രങ്ങൾ കിട്ടാൻ ഈ റംസാൻ കാലത്ത് അർഹതപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്ഥാപനമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ വസ്ത്രം അർഹതപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ റംസാൻ കാലത്ത്
ആരെങ്കിലും അർഹതപ്പെട്ട ഞങ്ങളെ ഷോപ്പുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ, സാരികൾ, ചുരിദാറുകൾ, ഇന്നർ വെയർ, ഷർട്ടിംഗ്, സൂട്ടിംഗ്, റണ്ണിംഗ് മെറ്റീരിയൽ ഐറ്റംസിന്റെ വിപുലമായ ശേഖരമാണ് വസന്തം സാരീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വസന്ത സാരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 വർഷത്തെ ഒരു സേവന പാരമ്പര്യമാണ് നമ്മുടെ വസന്ത സാരീസിനുള്ളത്. നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറിന് വളരെ വിലക്കുറവിൽ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സേവന പാരമ്പര്യം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ പെരുന്നാളും ഇനിയും വരുന്ന വിഷുവും കണക്കാക്കി നമ്മൾ വളരെയധികം കളക്ഷൻസ് നമ്മുടെ ഈ ഷോറൂമിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും വന്ന് നിങ്ങളുടെ പെരുന്നാൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രമുഖ കമ്പനികളുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഫാൻസി, ഗിഫ്റ്റ്, ടോയ്സ്, കോസ്മെറ്റിക്സ് ഐറ്റംസിനായി പ്രത്യേക സെക്ഷനും വസന്തം സാരീസിൽ ആരംഭിച്ചു. കരിങ്കലത്താണി വ്യാപാരോത്സവത്തിൽ വസന്ത സാരീസ് പങ്കാളിയാണ്. വ്യാപാരോത്സവത്തിൽ ഒട്ടേറെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഈ ഓണം, പെരുന്നാൾ, വിഷു അതുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കരിങ്കലത്താണിയിട്ട് ഒരു ബമ്പം സമ്മാനത്തിന് ഓഫറുമായിട്ടാണ് കരിങ്കലത്താനുള്ളത്. ഒന്നാം സമ്മാനം ബുള്ളറ്റാണ്. അതിൻ്റെ കൂപ്പണുകൾ നമ്മുടെ വസന്ത നെക്സസിൽ സുലഭമാണ്, എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ പർച്ചേസ് ചെയ്യുന്ന കരിങ്കലത്താണി പട്ടണത്തിലാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കരിങ്കലത്താണിയെ സംബന്ധിച്ചിടത്തോളം തുണിക്കളുടെ പേര് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് വസന്തം ടെക്സ്റ്റൈൽസ് ആണ്. ഏതായാലും നിലവിലുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റ് തീർത്ത് ഇന്ന് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പുതുപുത്തൻ മോഡലുമായിട്ട് ഈ പെരുന്നാളിനെയും അതോടനുബന്ധിച്ച് വരുന്ന ഓണത്തിനൊക്കെ വരവേൽക്കാൻ വേണ്ടി വസന്തം ടെക്സ്റ്റൈൽസ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുത്തൻ വസ്ത്ര ഐറ്റംസുമായിട്ടാണ് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്ത് സഹകരണ അർബൻ ബാങ്കിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പ്. പണം തട്ടിയ ജീവനക്കാരനിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി. 27 ലക്ഷത്തിന് പുറമെ 18.5 ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായും കണ്ടെത്തൽ. ഷൊർണൂർ കുളപ്പള്ളിയിൽ താഴ്ന്നുകിടന്ന വൈദ്യുതി കേബിൾ കഴുത്തിൽ കുടുങ്ങി ബൈക്ക് മറിഞ്ഞ് അച്ഛനും മകനും പരിക്ക്. 60-കാരനായ മദൻ മോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. നിർമ്മാണ പ്രവൃത്തികൾ സ്തംഭിച്ച പെരിന്തൽമണ്ണ ടൗൺ ഹാളിന്റെ പൂർത്തീകരണത്തിന് നഗരസഭ 7 കോടി രൂപ അനുവദിച്ചു. FIT ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് നിർമ്മാണ കരാർ. ടെൻഡർ നടപടികളും പൂർത്തിയായി. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ മരം മുറിക്കൊള്ള. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അകത്ത് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. സംഭവത്തിൽ തൊഴിലാളികളെ ബലിയാടാക്കാൻ നീക്കമെന്ന നേതാക്കൾ. പൂക്കോട്ട് കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി ആഘോഷിച്ചു. ഭക്തി നിറവിൽ മണ്ണാർക്കാട് പോത്തോഴിക്കാവിലെ പൊങ്കാല സമർപ്പണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഷോർട്ട് ന്യൂസ്.